BJPയെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ എക്സിറ്റ് പോളുകളും എന്തായിരുന്നു? ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഡ്രസ്സ് ഉണ്ടാകില്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ പ്രവചനങ്ങൾ. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും ഒരു ഡബിൾ എൻജിൻ സർക്കാർ അത് ഭാവിയിൽ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ ഈ നല്ലവരായിട്ടുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് നമ്മളൊരു മീറ്റിങ്ങിന് വന്നത് എന്ന് അല്ല, തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു നിർണായക ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട്. വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് ഉചിതമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിയമസഭയ്ക്കകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നിങ്ങളെല്ലാവരും, അതായത് രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുണ്ടാകും. അല്ല, ഞാൻ എന്ന വ്യക്തിക്ക് പ്രസക്തിയില്ല. അതായത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ എല്ലാവരും കൂടി ചേർന്ന് എടുക്കാനും സംസാരിക്കാൻ. അതിപ്പോൾ ഇന്ന് അതിന് വേണ്ടി മാത്രമാണോ മീറ്റിംഗ് എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അകത്തേക്ക് കയറി പോകുന്നതേ ഉള്ളൂ. പാർട്ടി എല്ലാ സ്ഥലത്തും ആവശ്യപ്പെട്ടപ്പോൾ അവിടെയൊക്കെ പൊരുതിയ അല്ലെങ്കിൽ അവിടെയൊക്കെ വന്ന് ഇന്ന് ധീരതയോടെ മത്സരിച്ച ഒരു പാരമ്പര്യം ശോഭാ സുരേന്ദ്രനുണ്ട്. ആലപ്പുഴയിൽ ഉൾപ്പെടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇത്തവണയും അത്ര ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അല്ല, നോക്കൂ, പാർട്ടി ആവശ്യപ്പെടുക എന്നുള്ളത് അത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പിനകത്തുള്ളതും അതുപോലെ തന്നെ സാധാരണപ്പെട്ട പ്രവർത്തകന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയാണോ ആ ശബ്ദം, എൻ്റെ മറ്റൊരു കൊളീഗാണോ ആ ശബ്ദം എന്നുള്ളതിന് പ്രസക്തിയില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞിരുന്നു, പാലക്കാട് ഒരു അസംബ്ലിയിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിയിട്ടുള്ള യോഗത്തിൽ തന്നെ ഞാൻ എന്താ പറഞ്ഞത്, പരസ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ എന്താ പ്രസംഗിച്ചത്, ആരും സ്ഥാനാർത്ഥി എന്നുള്ളതിനല്ല, താമര ചിഹ്നത്തിൽ നിന്ന് ഒരാൾ വിജയിക്കുക, അകത്ത് പോവുക. അല്ല, വീണ്ടും എൻ്റെ ഞാൻ കൂടുതൽ പ്രവർത്തിക്കണം, അതല്ലേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ചേർന്നെടുത്തുകൊണ്ട് വളരെ നല്ല നിർണയം നടത്തും. അത് ഉടനുണ്ടാകും. അത് ഇന്ന് അതിനു വേണ്ടിയിട്ടാണോ മീറ്റിംഗ് എന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഞാൻ അകത്തേക്ക് പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ്, നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കിവിടെ ഒരു ഭാവിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. അതിന് പാർട്ടിയുടെ ഒരാളായിട്ട് ഞാൻ നിങ്ങളുടെ ജോലി ഉണ്ടാകും.